അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും ചർച്ചയാവുകയാണ്. കാരണം 2027 അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ആ ടീമിൽ ഇവർ ഉൾപ്പെടുമോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നത്. കാരണം 2027 എന്ന് പറയുമ്പോൾ ഇനി 2 വർഷമുണ്ട്. അപ്പോഴത്തേക്കും വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും 40 വയസ്സോട് അടുക്കും. അപ്പോൾ അത്രയും പ്രായമുള്ളവരെ വെച്ച് ഇന്ത്യ ഒരു മെയിൻ ടീമിനെ പ്രഖ്യാപിക്കുമോ എന്നൊക്കെയുള്ള ഒരു ചർച്ചയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവരെ ഒഴിവാക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഈ BCCIയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ടെസ്റ്റിലേതുപോലെ ഒരു പുതുനിരയുമായി ഏകദിന ലോകകപ്പ് കളിക്കാനാണ് BCCIയുടെ നീക്കമെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. യുവതാരങ്ങളെ ഉൾപ്പെടുത്തിയായിരിക്കും ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ താരങ്ങൾക്ക് ടീമിൽ ഇടം കിട്ടിയേക്കില്ല. വിഷയത്തിൽ താരങ്ങളുമായി സംസാരിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ. ഇങ്ങനത്തെ റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലെന്തെങ്കിലും വസ്തുതയുണ്ടാവും. ഈ ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് ഇതേപോലത്തെ റിപ്പോർട്ട് വന്നതാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പായിട്ട് വിരമിച്ചേക്കാമെന്ന്. സംഭവം അതേപോലെ തന്നെ സംഭവിച്ചില്ല. ആദ്യം രോഹിത് ശർമ്മ റിട്ടയർ ചെയ്തു. പിന്നെ ടെസ്റ്റ് ടീം പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് വിരാട് കോഹ്ലിയും റിട്ടയർ ചെയ്തു. അപ്പം ഇത് വെറുതെ അങ്ങ് ആരെങ്കിലും എയറിൽ നിന്ന് വിടുകയാണ് നമ്മൾ ചിന്തിക്കരുത്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ആകെ ഏകദിനം മാത്രമല്ലേ കളിക്കുന്നുള്ളൂ. ഏകദിനം എന്ന് പറയുമ്പോൾ എത്ര ഏകദിനം ഉണ്ട് ഒരു വർഷം? വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ആ ഒരു മത്സരവുമായിട്ടുള്ള ഒരു ടച്ച് ഇങ്ങനെ പോവുകയാണ്. ടെസ്റ്റോ 2020 ഏതെങ്കിലും ഒന്നും കൂടി ഇവർ കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു മാച്ചസ് അവർക്ക് കിട്ടിയാൽ. എന്തിനാണ് ഇവർ 2020 റിട്ടയർ ചെയ്തതെന്ന് ഒരു പിടിയും കിട്ടുന്നത്. 2020 ODI കൂടി കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, മിനിമം ഇത്രയും മത്സരങ്ങൾ വെച്ചൊരു വർഷം കിട്ടി. ആ ഒരു മത്സര പരിചയത്തോടു കൂടി അങ്ങോട്ടേക്ക് എത്തായിരുന്നു. ഇത് പെട്ടെന്ന് വേൾഡ് കപ്പിലേക്കൊക്കെ പോയി കളിക്കുക എന്ന് പറയുന്നത് അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവർ വിചാരിക്കുന്ന പോലത്തെ ഒരു എഫക്റ്റിൽ അവർക്ക് കളിക്കാൻ പറ്റും തോന്നുന്നില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുക. അപ്പോൾ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ദിവസങ്ങളൊക്കെ ഏകദിനത്തിലും എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ.